ഇത് ജിയ ഏബിൾ. ജിയ എൻ്റെ കസിനാണ്. ഇവരുടെ കല്യാണത്തിന്റെ വ്ലോഗാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്തുവായി വാങ്ങിച്ചു കൂട്ടിയേക്കുന്നേ? കുട്ടിക്ക് എന്ത് പ്രായമായി? നമ്മൾ അവനെ കൂട്ടാതെ പുറത്തു വന്നു. അപ്പം ഭയങ്കര ദേഷ്യത്തിലാണ് സോപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് കയറുകയാണ്. ജിയയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല. ആക്ച്വലി നാട്ടിൽ വേറെ ആർക്കും അറിയില്ല. അപ്പ അമ്മ ചാച്ചൻ ജെസ്സിയെ മാത്രമേ അറിയുള്ളൂ ഞങ്ങൾ ചെല്ലുന്നു എന്നുള്ളത്. ഒരു സർപ്രൈസ് ആക്കാനുള്ള പരിപാടിയാണ്. ചീറ്റുവോ അതോ ശരിയാവോ എന്ന് അറിയത്തില്ല. എന്തായാലും കാണാം. ഇത് കുഞ്ഞിന്റെ പുതിയ സ്ട്രോളറാണ്. ഇത് ഭയങ്കര ഹാൻഡിയാണ് ട്രാവൽ ടൈമിൽ. ഇതിന്റെ ഒരു വേറെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. അങ്ങനെ നാടെത്തി ഗൈസ്. ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സർപ്രൈസ് ആണിത്. അമ്മയുടെ എൽഡസ്റ്റ് സിസ്റ്ററിനെയും മോളെയാണ് നമ്മളിപ്പോൾ പറ്റിക്കാൻ പോകുന്നത്. ഹലോ ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ജിയെ പറ്റിക്കാൻ വേണ്ടി വീടിന് പുറത്ത് വന്നിരിക്കുകയാണ്. ചാച്ചനും ജെസ്സിയും അപ്പയും അമ്മയും എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട്. ചാച്ചൻ ഞങ്ങളെ വിളിക്കാം എന്നാണ് പറഞ്ഞത്. അവൾ എന്തോ അകത്ത് എന്തോ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. കറക്റ്റ് ടൈം ആകുമ്പോൾ വിളി വരും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാം. പറ്റിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അങ്ങനെ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി പറ്റിച്ചേക്കാണ്. ഇവളുടെയാണ് കല്യാണം. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ കിട്ടിയ ഇൻവിറ്റേഷൻ കാർഡാണിത്. നമുക്കിത് പൊട്ടിച്ചോ. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ.
മലരായി ഈ കൈക്കുമ്പിളിൽ കാടാണ് കരളിലെന്ന് കാടാണ് കൊടുങ്കാടാണ് കരളിലെന്ന് ലഹരിയിലെന്നോ കുടമുല്ല പൂവിരിഞ്ഞു ആയിരം ആശകളാലൊരു പൊന്മലനീ പാലനീര വിടർന്നപ്പോൾ പുഞ്ചിരി നിറഞ്ഞോരാവിൻ ചുണ്ടിൽ ഇത് മറ്റേതാണോ? പാക്കറ്റിനകത്ത് ഒന്നുമില്ല. നീത്തുമോള് തന്ന ഗിഫ്റ്റാ. താങ്ക് യു നീത്തുമോൾ, ഐ ലവ് യു. നമുക്കു പങ്കിടാൻ കിനാവുകൾ കുറിച്ചു വച്ചതും മുറിഞ്ഞിടുമ്പോഴും വിമോഹമോ ഒളിച്ചു വച്ചതും നിനക്കു നിഴലായി ഞാൻ ഒതുക്കി വച്ചതും നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്ന് തോന്നൽ കൊണ്ടേ കനവേ. അങ്ങനെ പൂരവും വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞു. ബാക്ക് ടു റിയാലിറ്റി.